പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ മര്യാദയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ നമ്മുടെ സ്വകാര്യത, നമ്മുടെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തെ സംരക്ഷിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം നമ്മളുടേതാണ്. സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന രൂപത്തിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. നമ്മുടെ സ്വകാര്യതയുടെ ഒന്നാമത്തെ ഉത്തരവാദി നമ്മളാണ്. മറ്റൊരാളുടെ സ്വകാര്യതയെ ഹനിക്കാതിരിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പഠിപ്പിച്ച നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല, ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. അവന്റെ സ്വകാര്യതയിൽ കടന്നു കയറുന്നത് അവന്റെ അഭിമാനത്തിനെ ഏൽപ്പിക്കുന്ന ക്ഷതമാണ്. ഇത് പരിരക്ഷിക്കപ്പെടണം. സ്ക്രീനുകളിൽ മനുഷ്യൻ അഭിരമിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യാഘാതങ്ങൾ എന്താ നാം കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി പറയേണ്ടത് ഒരുതരം പ്രദർശനപരത എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ പോലും സ്വകാര്യമായി നാം നമ്മുടെ റബ്ബിനോട് സംസാരിക്കുന്ന സന്ദർഭം പോലും ക്യാമറകൾക്ക് മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭം. അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് കഅബത്തുള്ളയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോകുന്ന ഹുജ്ജാജുകളും മുഅ്തമിരീങ്ങളും ഭക്തി നിർഭരമായി കഅബയെ നോക്കുന്നത് പുണ്യമാണ്. പക്ഷേ കഅബയെ നോക്കുന്നത് പോലും ക്യാമറയുടെ കണ്ണുകളിലൂടെ ആയിപ്പോയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇബാദത്തുകളിൽ ഒരുതരം പ്രദർശനപരത, ലോകമാന്യത കടന്നു വന്നിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ വന്നു. കരഞ്ഞു പടച്ചവനോട് ദുആ ചെയ്യുന്നത് പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിത്തീരുന്നു. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഇബാദത്തുകളിൽ ഉണ്ടാകേണ്ട ശരിയായ ഉദ്ദേശവും ലക്ഷ്യവും അത് നഷ്ടപ്പെടുന്നു. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അത് വ്യക്തവും കൃത്യവുമായ ഉദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا فمن كان يرجو لقاء ربه തന്റെ റബ്ബിനെ ഇബാദത്തുകളിലൂടെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ സുകൃതങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോട് ഒന്നിനെയും അവർ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ലോകത്ത് ഒന്നിനെയും, ഒരു വ്യക്തിയെയും, ഒരു പ്രശംസയെയും, ഒരു വാലിഡേഷനും ആഗ്രഹിക്കാതെ അമലുകൾ ചെയ്യുക എന്ന് പറയുന്നതാണ്, ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നാം നിങ്ങളിൽ നിന്ന് നാം ചെയ്യുന്ന നന്മകൾക്ക് പ്രത്യുപകാരം നാം ഉദ്ദേശിക്കുന്നതേയില്ല. വലാ ശുകൂറ, ഒരു നന്ദി വാക്ക് പോലും നാം ഉദ്ദേശിക്കുന്നില്ല. ലൈക്കുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മറ്റുള്ളവരുടെ വാലിഡേഷനിൽ ഇബാദത്തുകളെ പോലും പണയം വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത് ശ്രദ്ധിക്കേണ്ടത്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ ആരാണോ പ്രതീക്ഷിക്കുന്നത്,
അവർ ലാ യുശ്രിക് ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ സാലിഹായ അമലുകൾ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അതിൽ ഒരാളെയും പങ്കുചേർക്കരുത്. ഇത് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ളതാണ്. അതിൽ മറ്റൊന്ന് കടന്നു വരാൻ പാടില്ല. അങ്ങനെ ഒരു 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവഹിക്കുമ്പോൾ, അങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോൾ, അങ്ങനെ ഉംറ ചെയ്യുമ്പോൾ, അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അനുഭൂതി എത്ര വലുതാണ്. നാം അവിടെ അനുഭവിക്കുന്നത് ഇലാഹിയായ ഒരു സന്നിധാനത്തിന്റെ സന്തോഷമാണ്, പടച്ചവന്റെ ഒരു സന്നിധാനത്തിന്റെ സന്തോഷമാണ്, ആ അനുഭൂതിയാണ്. പക്ഷെ അതിൽ മറ്റുദ്ദേശങ്ങൾ കടന്നു വരുമ്പോൾ ആ അനുഭൂതി നഷ്ടപ്പെടുകയാണ്. ഒരുതരം പ്രദർശനപരത കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇബാദത്തുകളിൽ. വീടിന്റെ സ്വകാര്യത മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും, വ്യക്തി ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും. ചില ആളുകൾ സന്തോഷം പറഞ്ഞിട്ട്, ചില ആളുകൾ സങ്കടം പറഞ്ഞിട്ട്. നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിത സന്തോഷമാണ്. യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് കണ്ണേറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദുഷിച്ച നോട്ടത്തിലൂടെ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇയകാദുൽ ലദീന കഫറൂ ലയുസ്ഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. പരിശുദ്ധമായ ഖുർആനിന്റെ വശ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. ആ ഉത്ബോധനം പ്രവാചകന് പറഞ്ഞു കൊടുക്കാതെ തരമില്ല. പ്രബോധനം പ്രവാചകത്വത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഉത്തരവാദിത്തം നിർവഹിച്ചപ്പോൾ പോലും അസൂയാലുക്കൾ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ട്, പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ആളുകൾ ഒരു ഭാഗത്ത് ആകർഷിച്ചപ്പോൾ മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു, ചില ആളുകൾ ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ട് പ്രവാചകരെ. ഈ ഖുർആനിന്റെ സദുപദേശങ്ങൾ താങ്കൾ മനുഷ്യരിലേക്ക് പങ്കുവെക്കുമ്പോൾ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് താങ്കളെ തട്ടിവീഴ്ത്തി കളയുമാറ് അടുത്തിരിക്കുന്നു. അസൂയാലു, ഹൃദയത്തിൽ കഠിനമായ അസൂയുള്ള ഒരു വ്യക്തി നമ്മുടെ സന്തോഷങ്ങൾ അയാളെ നെഗറ്റീവായി ബാധിക്കും. അയാൾ നമ്മളോട് ഒരുതരം ദുഷിച്ച നോട്ടത്തോടെ നമ്മളെ സമീപിക്കുമ്പോൾ ആ ദുഷിച്ച നോട്ടത്തിലൂടെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. പലപ്പോഴും ഇന്ന് സന്തോഷങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ പാടില്ല. വളരെ ഗുണകാംക്ഷയുള്ള ആളുകളോടെ പറയാൻ പാടില്ല. നമ്മളുടെ നന്മ ആഗ്രഹിക്കുമെന്ന് ഉറപ്പുള്ള മനുഷ്യരോട് സന്തോഷം പങ്കുവെക്കണം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നതാണ്, താങ്കൾക്ക് താങ്കളുടെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് താങ്കൾ പറയുകയും പറയേണ്ടവരോട് പറയണം. വിശ്വസ്തരായ, ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയുന്ന, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നല്ല മനുഷ്യരോട് നമുക്ക് പറയാം. എന്നാൽ നമ്മളുടെ പതനം ആഗ്രഹിക്കുന്നവരോട് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കരുത്.
പങ്കുവെച്ചാലോ അവരുടെ ദുഷിച്ച നോട്ടങ്ങൾ കൊണ്ട് തന്നെ ആ സന്തോഷങ്ങളിൽ നിന്ന് അവർ നമ്മളെ തട്ടിമാറ്റും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. സങ്കടങ്ങളും അങ്ങനെ തന്നെയാണ്. സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സങ്കടങ്ങൾ പങ്കുവെക്കുന്നത്. സങ്കടങ്ങൾ കേൾക്കുന്ന എല്ലാവരും ആ സങ്കടങ്ങൾ പരിഹരിച്ചു തരണമെന്ന ആഗ്രഹത്തോടുകൂടി കേൾക്കുന്നവരല്ല. അതിലും വിശ്വസ്തരായ, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയുന്ന, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാൻ അറിയുന്ന, കാരുണ്യമുള്ള, സ്നേഹമുള്ള മനുഷ്യരോടെ പറയാം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ ചില മനുഷ്യർ കടന്നു വരും. അവർ ഒന്നുകിൽ നമ്മളുടെ അരക്ഷിതത്വത്തെ മുതലെടുക്കും, രക്ഷകരായി അവതരിച്ചുകൊണ്ട് അവസാനം കുഴിയിൽ ചാടിയിട്ടാ മനസ്സിലാവുക ഇയാളെന്നെ കുഴിയിൽ ചാടിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവം ഉണ്ടാകുന്നതാണ്. സന്തോഷങ്ങൾ പങ്കുവെച്ച് അവസാനം അത് നമുക്ക് തലവേദനയായി, അയാളോട് പറഞ്ഞത് വലിയ കുഴപ്പമായി, ഇങ്ങനെ നമ്മൾ പല സന്ദർഭത്തിൽ തോന്നാറില്ലേ? അതന്നെ പറഞ്ഞു. നമ്മുടെ സന്തോഷങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല, നമ്മുടെ സങ്കടങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല. സങ്കടങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തങ്ങളുടെ റബ്ബിനോട് സുജൂദിലായി, റുക്കൂയിലായി ഏറ്റവും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും വെക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം അത് നമ്മുടെ ഇലാഹി സന്നിധാനമാണ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ അൽഗോരിതത്തിന്റെ അടിമകളായി ജീവിക്കും. നമ്മളിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഇത് നമ്മുടെ ഇബാദത്തുകളെ മലീമസമാക്കും, നമ്മുടെ വ്യക്തി ജീവിതത്തെ മലീമസമാക്കും, നമ്മുടെ തൊഴിൽ മേഖലകളെ മലീമസമാക്കും. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നറിയാൻ വേണ്ടി എത്ര പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓരോരുത്തരും അവരവരുടെ വ്യക്തി ജീവിതമാണ് പങ്കുവെക്കുന്നത്. നമ്മൾ സ്റ്റാറ്റസ് നോക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് വളരെ വ്യാപകമായി കണ്ടുവരുന്നത്. മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് അതെന്താണ് എന്ന് അറിയാനുള്ള ആഗ്രഹം, വ്യഗ്രത. ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ മറന്ന് നാം ജീവിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇബാദത്തുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എല്ലാ രക്ഷിതാക്കളും പറയുന്നത് ഏറ്റവും നന്നായി മിടുക്കരായി പഠിക്കേണ്ട കുട്ടികൾ പഠിക്കുന്നില്ല. എന്താ കാരണം? അവർ മൊബൈൽ അഡിക്ഷനാണ്. അവർ ഈ അൽഗോരിതത്തിന്റെ അടിമകളാക്കിയിരിക്കുക. യൂട്യൂബിന്റെ, ഇൻസ്റ്റയുടെ, ഫേസ്ബുക്കിന്റെ ഒക്കെ ആ അൽഗോരിതത്തിൽ കുടുങ്ങി കിടക്കുന്നു. ഉദ്യോഗസ്ഥർ അവിടെ പോലും മൊബൈൽ ഉപയോഗം എത്രമാത്രം അവരുടെ തൊഴിൽ മേഖലകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നവുമായി ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയാൽ ആ പ്രശ്നം കേൾക്കാനുള്ള ക്ഷമ ആ ഉദ്യോഗസ്ഥരുണ്ടാകുന്നില്ല. അയാൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയിലാണ് ഒരാൾ കയറി വരുന്നതെങ്കിൽ അക്ഷമനാകുന്നു ആ പ്രശ്നം കേട്ട് കഴിയുന്നത് വരെ. കാരണം അടുത്തത് ബാക്കി കാണാൻ കിടക്കുക. ഈ അൽഗോരിതം എങ്ങനെയാണ് നമ്മുടെ ആത്മീയതയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്? അധ്യാപകർ വ്യക്തമായി തുറന്ന മനസ്സോടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അധ്യാപകരും ഫോണിലാണ്. ചില വേള വിദ്യാർത്ഥികളും. ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫോൺ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഫോൺ കൊണ്ടുവരണം, ടെക്സ്റ്റുകളില്ല, ഫോണിലാണ് എല്ലാം എന്ന് പറയപ്പെടുന്ന ഈ രൂപത്തിലേക്കൊക്കെ ഈ അൽഗോരിതത്തിന്റെ അടിമകളായി മാറിയതിന്റെ പരിണിത ഫലം നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തെ, നമ്മുടെ ഉദ്യോഗ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ മനസ്സ് തുറന്ന് ഭാര്യയും മക്കളും കുടുംബവുമൊത്ത് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്ര മനസ്സ് തുറന്ന് നമുക്ക് അവരുമൊത്ത്
പരസ്പരം സംസാരിക്കാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് കഴിയുന്നു. ഇവിടെയുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അകലങ്ങളിലുള്ള 5000 ഫ്രണ്ട്സുകളെ തെരഞ്ഞു പോകുന്നതിനിടയിൽ എവിടെയോ കിടക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്കറിയാം. ജപ്പാനിൽ ഒരു യൂട്യൂബർ അവിടെ എന്താണ് കഴിച്ചത് എന്ന് നമുക്കറിയാം. അപ്പുറത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഏത് രൂപത്തിലാണ് നമ്മുടെ ആത്മീയതയും സ്ക്രീനുകൾ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊരു അപകടമാണ് പെർഫെക്ഷൻ. എല്ലാം പക്കയായിരിക്കണം. നമ്മളുടെ ജീവിതം അത് പോരാ, നമ്മുടെ ഭക്ഷണം പോരാ, നാം കിടന്നുറങ്ങുന്ന കട്ടിലുകൾ പോരാ, നമ്മുടെ വീട്ടിലെ സെറ്റി പോരാ, നമ്മുടെ സൗകര്യങ്ങൾ പോരാ, നമ്മുടെ ഉള്ളിൽ അപകർഷതാബോധം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉള്ളിൽ. കാരണം എന്ത്? അവർ സ്ക്രീനിൽ കണ്ട ആളുകൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ എത്ര മനോഹരമാണ്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തോട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തോട് പോലും നമ്മുടെ കുടുംബ ജീവിതത്തോട് പോലും അപകർഷതാബോധത്തോടാണ് നമുക്ക് എന്ത് അടിപൊളിയാണ്, പലപ്പോഴും നുണയാണ്. ആ കാണുന്നത് ഫിൽറ്റർ ചെയ്ത് നമ്മളോട് കാണിക്കപ്പെടുമ്പോൾ, നമ്മൾ കാണുമ്പോൾ നാം നമ്മുടെ ജീവിതത്തോട് തോന്നുന്ന അപകർഷതാബോധം, നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ പ്രഗത്ഭരായ വ്ളോഗർമാർ അവരുടെ ആ ലൈഫ് അവസാനിപ്പിച്ചു. കാരണം അവരറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളും കടന്നു വന്നു. ആ സന്ദർഭങ്ങളെ കെടുത്തി പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ലോകത്തോട് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, നമ്മൾ കുടിക്കുന്ന ഒരു ചായ പോലും മനുഷ്യരെ കാണിക്കുമ്പോൾ, ആ ജീവിതത്തിലേക്ക് അരുതാത്ത പലരും കടന്നു വരുന്നു. രക്ഷകരായി പലരും അവതരിക്കുന്നു. ആ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ പലരും അവതരിക്കുന്നു. അവസാനം അത് അവരുടെ ജീവിതത്തെ തന്നെ, ആ ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തുന്നു. അഭിനയിക്കേണ്ടി വരികയാണ്. സ്ക്രീനിന്റെ മുമ്പിൽ ചിരി അഭിനയിക്കേണ്ടി വരികയാണ്. മടുത്തു. എത്ര കാലം ഇങ്ങനെ സ്ക്രീനിന്റെ മുമ്പിൽ ചിരി അഭിനയിക്കും? മാതൃകാ ദമ്പതികളായി എങ്ങനെ അഭിനയിക്കും? എത്ര കാലം ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇത് കണ്ട് എത്രയോ റിയൽ ലൈഫിലെ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തെ ഇത്തരം വർണ്ണാഭമായ, നമ്മൾ സത്യസന്ധമെന്ന് വിശ്വസിച്ച ചില കാഴ്ചകൾ നമ്മുടെ ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് സഹോദരൻ. അതുകൊണ്ട് നാം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരം മേഖലകൾ നാം കൈകാര്യം ചെയ്യും. എല്ലാത്തിലും വലിയ പ്രശ്നമാണ് അധാർമികത. ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന അധാർമികത, ഈ അധാർമികത എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും, എത്ര വലിയ മദ്യപാനിയാണെങ്കിലും പണ്ട് കാലഘട്ടത്തിൽ ഞാനൊരു മദ്യപാനിയാണ് എന്നൊരാൾ പറയുന്നതോ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് കുടിക്കുന്നതോ അപ്രിയമായി കണ്ടിരുന്ന കാലം മാറി. ഇന്ന് വലിയ വലിയ ബ്രാൻഡുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ആളുകളെ ആകർഷിക്കും വിധം ഈ രംഗത്തേക്ക് മുസ്ലിമീങ്ങൾ പോലും കടന്നു വരികയാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ചാരായങ്ങൾ പോലും മനുഷ്യരെ കാണിക്കുകയാണ്. ഇതിലൂടെ കടന്നു പോകുന്ന അധാർമികതകൾക്ക് കയ്യും കടക്കുമില്ല. ഇങ്ങനെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഈ നെഗറ്റീവായ കാര്യങ്ങളെ നാം തിരിച്ചറിയുകയും യഥാർത്ഥ സന്തോഷം എവിടെയാണ്, അത് നമ്മുടെ ആത്മീയമായ അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്ന അമലുകളിലാണ്. അത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതിന്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഓരോ വഖ്ത് നമസ്കാരത്തിലും നാം ആർജിച്ചെടുക്കേണ്ട ശക്തമായ ഒരു അനുഭൂതി, അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ മാധുര്യമുണ്ട്. നാം അനുഭവിക്കണം.
അങ്ങനെയുള്ള ഇഖ്ലാസിന്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു വരണം. പരിഹാരം അതാണ്. രണ്ടാമത്തത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെയും വാലിഡേഷന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി അല്ല. ആളുകൾ അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, നാം ചെയ്യുന്ന നന്മകൾ നന്മകളാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. വലാ ശുകൂറ, നാം ചെയ്തതിന് നന്ദി വാക്ക് പോലും പ്രത്യുപകാരം പോലും നാം പ്രതീക്ഷിക്കാത്ത ഒരു മനസ്ഥിതി നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെ പരിസരത്ത്, നമ്മുടെ കുടുംബം, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെ പരിപാലിക്കുകയും ലോകത്ത് 5000 ഫ്രണ്ട്സുകളെ തെരഞ്ഞു പോകുന്നതിനിടയിൽ നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ബന്ധങ്ങളെയും ഏറ്റവും മനോഹരമായി പരിരക്ഷിക്കുവാൻ, അവിടെ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ, ആ സന്തോഷത്തിലൂടെ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ സ്ക്രീനിലൂടെ പല ഉപയോഗങ്ങളും പല പ്രയോജനങ്ങളും, കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഈ രംഗത്തൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പല ബുദ്ധിജീവികളും എഴുതിയിട്ടുണ്ട്. ഡിജിറ്റൽ മിനിമലിസം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം സ്ക്രീനുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഫിലോസഫികൾ പരിശുദ്ധമായി ഇസ്ലാമികമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്ന സംഗതികളാണ്. ഇസ്ലാമിന്റെ മര്യാദകളുമായി, ദീനിന്റെ മര്യാദകളുമായി, പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങളുമായി, നിർദ്ദേശങ്ങളുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രീനിന്റെ ലോകത്തെ കൈകാര്യം ചെയ്യേണ്ടത്, മിനിമലായി കൈകാര്യം ചെയ്യേണ്ടത്. ഇത് നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ പാടില്ല. കച്ചവടക്കാരാണെങ്കിൽ തന്റെ വ്യാപാര മേഖലയിൽ, കച്ചവടത്തിൽ, ബിസിനസ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട സ്ഥലത്ത് പോലും ഈ മൊബൈലിന്റെ ലോകത്താണ്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പോലും അദ്ദേഹം അറിയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റുകളിൽ പൂട്ടിക്കിടക്കുന്ന ഷോപ്പുകളുടെ പിന്നിൽ അത്തരം പല സംഗതികളും ഉണ്ടാകില്ല. പക്ഷെ അത് നമ്മൾ അറിയില്ല. ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ്. നമ്മൾ കണക്കുകളാ നോക്കുക. പക്ഷെ ഈ സ്ക്രീൻ എന്നെയും നിങ്ങളെയും എത്രമാത്രം കാർന്ന് തിന്നുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പോവുകയില്ല. അതുകൊണ്ട് വളരെ മിനിമലായി ഇത് കൈകാര്യം ചെയ്യേണ്ട രീതി, പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട രീതി ഞാനും നിങ്ങളും അറിയണം. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, സാമൂഹിക മേഖലകളെ, നാം ബന്ധപ്പെടുന്ന മേഖലകളെ എല്ലാ അർത്ഥത്തിലും ബാധിക്കും. വർഷങ്ങളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പലതും തകർന്ന്, വർഷങ്ങൾ കൊണ്ട് തകർന്ന് തരിപ്പണമാകും. അപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരം, ഇല്ലാത്ത പരിഹാരങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ശരിയായ പരിഹാരങ്ങൾ നമ്മുടെ കണ്ണിൽ പെടുകയുമില്ല. അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം ശരിയായ മാർഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ സ്വകാര്യതയുടെ ആദ്യത്തെ ഉത്തരവാദി നമ്മളാണ്. മറ്റൊരാളുടെ സ്വകാര്യതയെ മാനിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ സ്വകാര്യതയെ അവിടെ കടന്നു കയറുക, അതിനെ ചോദ്യം ചെയ്യുക, അവരുടെ അഭിമാനങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധമായി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ മര്യാദകളുടെ ഭാഗമായി വിശ്വാസികൾ എന്ന രൂപത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മര്യാദകൾ ജീവിതത്തിൽ പുലർത്തുകയും സംസ്കാര സമ്പന്നമായി ജീവിക്കുന്ന ഒരു സമൂഹമായി അല്ലാഹു നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.